ഏട്ടായി ഇന്നലത്തെ പടം എങ്ങനെ ഉണ്ടായിരുന്നുടാ? എന്താ ഉണങ്ങി കുത്തിയ ഒരു സാധനം കാണാണെങ്കിൽ ഇതേപോലത്തെ ഡെലൂലുവിനെ പോലത്തെ സാധനത്തിന് കാണായിരുന്നു. എന്തിനാ വിഷമായി ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ പടത്തിന് പോവുകയാണ്. എനിക്ക് വർക്ക് കഴിഞ്ഞൊന്ന് പടത്തിന് പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാട്ടോ. അപ്പം എല്ലാ പ്രാവശ്യം നമ്മൾ ഫാമിലി ആയിട്ട് പോവാറ്. പക്ഷേ ഈ പ്രാവശ്യം അവർ ഈ പടം കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്നാളും മാത്രമാണ് പടത്തിന് പോകുന്നത്. ഒരു 8:45 ടിക്കറ്റാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കൂടിയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ അത് പൊളിച്ച് നോക്കിയിട്ട് പോലില്ല കേട്ടോ. പക്ഷേ ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് മേടിച്ച ബാഗാണ്. അപ്പോൾ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ്. എനിക്ക് ബ്ലാക്കിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ എന്തെടുക്കുമ്പോഴും ആദ്യം ബ്ലാക്കാണ് മേടിക്കുക. ഈ ഒരു ബാഗ് അടിപൊളി കേട്ടോ. കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ റേറ്റാണ് അത്ഭുതം. 345 രൂപയ്ക്കാണ് എനിക്ക് ഒരു ബാഗ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ വലിയൊരു സിബും അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സിബാട്ടോ വരുന്നത്. നമുക്ക് എന്തെങ്കിലും പൈസ എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് ഒരു അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്തൊക്കെ ഉണ്ണികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. അതേപോലെ ഈ ടോപ്പും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഒരു മേളിൽ കൊടുക്കാം. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളെ കാത്തുമ്പോൾ ചെരുപ്പിടാളെ ഗുസ്തിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെരുപ്പ് കിട്ടി കഴിഞ്ഞപ്പോൾ പപ്പ നമുക്ക് പെരുന്നാളിന് പോയാലോ ചോദിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വിചാരിച്ചു നമ്മളടുത്ത പിണ്ടി പെരുന്നാളാണ്, അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് പോവാം. ജസ്റ്റ് ബൈക്കുമ്പോൾ നമ്മളത് തന്നെ ഒന്ന് റൗണ്ട് അടിച്ചു. നല്ല രസമുണ്ടായിരുന്നു ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതെല്ലാം കണ്ട് കുറച്ചുകൊണ്ട് എത്തുമ്പോഴേക്കും നമ്മളെ കാത്തും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. പിന്നെ സമയം കളയുന്നില്ല, നമ്മൾ നേരെ പടം കാണാൻ വേണ്ടി വന്നു. നമ്മൾ 8 മണിയാകുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓരോ കാപ്പിയും കുടിച്ചിരിക്കാമല്ലോ എന്ന് വിചാരിച്ച് നേരെ ഏട്ടൻ ചായ മേടിക്കാൻ വേണ്ടി പറ്റും. ചായയല്ല കാപ്പി. അങ്ങനെ കാപ്പിയൊക്കെ മേടിച്ച് ഞങ്ങളൊരു മൂലയിൽ പോയിരുന്ന് കാപ്പി കുടിച്ച് വർത്താനം പറഞ്ഞിരുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എന്താ നമ്മൾ പടം തുടങ്ങാറായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മൾ കാത്തുമ്പോൾ എഴുന്നേറ്റ് കിട്ടാം. പിന്നെ അവൾക്കുള്ള കൈക്കുള്ള പാപ്പും മേടിച്ച് നമ്മൾ നേരെ പടം കാണാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ ഏതാ പടം എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടും സർവ്വമായാണ് കാണാൻ വേണ്ടി വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കാണാൻ പറ്റിയ പടം. ഞാൻ എന്തോരം ചിരിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിന് ഇൻ്റർവെല്ലായപ്പോൾ ഏട്ടൻ പോയിട്ട് ഐസ്ക്രീം മേടിച്ചു കൊടുന്നു. അപ്പം ഐസ്ക്രീം കിട്ടിയാലും നമ്മളെ കാത്തുമ്മേരെ പരിപാടി ഇതാട്ടാ. അവൾ ഐസ്ക്രീം അവൾ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഐസ്ക്രീം ഇരുന്ന് കഴിക്കും. എന്നിട്ട് അവസാനം അവൾ ഐസ്ക്രീം അലിഞ്ഞ് കളയേണ്ടി വരും. ഇതവളെ സ്ഥിരം പരിപാടിയാട്ടോ. അപ്പോൾ പടം കാണാത്തവരും എല്ലാവരും ഉണ്ടെങ്കിൽ വേഗം പോയി കണ്ടോ. അടിപൊളി പടാട്ടോ. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങൾ തട്ടുകടയിൽ നിന്ന് ചിക്കൻ വറുത്തത് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വീട്ടിൽ ചോറിന് പരിപ്പൂട്ടാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്കാണെങ്കിൽ വല്ല മീൻ വറുത്തതോ ചിക്കൻ വറുത്തതോ എന്തെങ്കിലും ഒന്ന് വേണം. അങ്ങനെ അതും മേടിച്ച് നമ്മൾ നേരെ പെരുന്നാളിൻ്റെ വഴി കൂടി തന്നെയാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും ബൈ.